നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്ന ഒരു പാഠമാണ്. ഓക്കെ, ഒരു PSC ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ SCERT ടെക്സ്റ്റിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ എന്താണ് ഇതിൽ നിന്ന് നോക്കിയാൽ മതി. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. എന്താണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. നമുക്ക് PSCക്ക് എന്തായാലും ഈ ഒരു ഡെഫിനിഷൻ ചോദിക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. അതുപോലെ തന്നെ ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. അപ്പം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനും. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. അപ്പോൾ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഇനി പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഇനി സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്ന് അറിയപ്പെടുന്നു. ഇനി ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം ഗീവ്സ്. സൂര്യപ്രകാശത്തിന്റെ ഹരിതത്തിന്റെ സാന്നിധ്യത്തിൽ എന്തൊക്കെയായിട്ടാണ് മാറുന്നത്? ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനും. നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് ഗ്ലൂക്കോസും ഓക്സിജനും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ആസ്യരന്ധ്രം, സ്റ്റൊമാറ്റ. എന്താണ് ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. അപ്പോൾ എന്താണ് ആസ്യരന്ധ്രങ്ങൾ? സസ്യങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നതിനും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നതിനും അതുപോലെ തന്നെ മെയിനായിട്ട് ഇത് രണ്ടും എന്താണ്? വാതകങ്ങളല്ലേ. അപ്പോൾ ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളെയാണ് എന്താന്ന് വിളിക്കുന്നത്? ആസ്യരന്ധ്രങ്ങൾ എന്ന് വിളിക്കുന്നത്. വാതക വിനിമയം മാത്രമാണോ ആസ്യരന്ധ്രങ്ങളുടെ ജോലി എന്ന് പറയുന്നത്? അല്ല. അന്തരീക്ഷത്തിലേക്ക് ജലബാഷ്പത്തെ, അതായത് സസ്യങ്ങളിൽ നിന്ന് ബാക്കി വരുന്ന ജലബാഷ്പത്തെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്, അതായത് ആസ്യരന്ധ്രത്തിലൂടെയാണ്. അപ്പം ആസ്യരന്ധ്രങ്ങളുടെ ധർമ്മം എന്താണ്? വാതക വിനിമയം നടത്തുക, അതോടൊപ്പം തന്നെ ജലബാഷ്പത്തെ അന്തരീക്ഷത്തിലേക്ക് എത്തുക. വാതക വിനിമയം എന്ന് പറയുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയുമാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹരിതകം, ക്ലോറോഫിൽ. എന്താണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ? സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. അപ്പം സസ്യങ്ങളിൽ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ആരാണ്? ഹരിതകമാണ്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. അടുത്തത് സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും കരോട്ടിൻ ഉള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും ആന്തോസയാനിൻ എന്ന വർണ്ണകമുള്ള ഇലകൾ ചുവപ്പും നിറത്തിലുമാണ് കാണപ്പെടുന്നത്. അപ്പം സാന്തോഫിലുള്ള ഇലകൾ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? മഞ്ഞ. സാന്തോഫിൽ മഞ്ഞ. കരോട്ടിൻ ആണെങ്കിലോ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമാണ് കരോട്ടിൻ. കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം. ഇനി ആന്തോസയാനിൻ കാണപ്പെടുന്ന ഇലകൾ കാണപ്പെടുന്നത് ചുവപ്പ് നിറത്തിലാണ്. ആന്തോസയാനിൻ ചുവപ്പ്. ഒന്നുകൂടെ, സാന്തോഫിൽ മഞ്ഞ, കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിൽ, ആന്തോസയാനിൻ ആണെങ്കിൽ ചുവപ്പ്. ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇനി വർണ്ണകങ്ങൾ. എന്താണ് വർണ്ണകങ്ങൾ? ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. ഈ വർണ്ണകങ്ങളാണ് നമ്മൾ ഈ പഠിച്ച സാന്തോഫിലും കരോട്ടിനും ആന്തോസയാനിനും ഹരിതകവും ഒക്കെ. ഓക്കെ, അപ്പോഴേ എന്താണ് വർണ്ണകങ്ങൾ? ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നതാണ് വർണ്ണകങ്ങൾ. ഇനി ഇവിടെ ഒരു പ്രകാശ സംശ്ലേഷണത്തിന്റെയും ശ്വസനത്തിന്റെയും ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. ശ്വസിക്കുന്ന സമയത്ത് സസ്യങ്ങളും ജന്തുക്കളും എല്ലാം എന്താണ് ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അതിന്റെ പോയിന്റ്സ് ആണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. അപ്പൊ രാത്രിയിൽ സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടാറില്ല. അവര് രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഓക്സിജൻ അവർക്ക് നിർമ്മിക്കാൻ കഴിയത്തില്ല. പകരം ശ്വസനത്തിന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് രാത്രി സസ്യങ്ങൾ പുറത്തുവിടുന്നത്. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പോൾ സസ്യങ്ങളും ജീവികളും എല്ലാം പകലും രാത്രിയും ശ്വസിക്കാറുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവർ ശ്വസിക്കുമ്പോഴത്തേക്ക് എന്താണ്? ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. എന്നാൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താണ് ചെയ്യുന്നത്? അവർ ഓക്സിജൻ പുറത്തുവിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ അവർ ആ സമയത്തും ശ്വസിക്കുന്നതിന് എന്താണ് ചെയ്യുന്നത്? ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അത് മാറിപ്പോകരുതേ. അടുത്തത് ഓർക്കിഡേറിയം. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. അതായത് ആ ഒരു
പൂന്തോട്ടത്തിൽ ഓർക്കിഡിന്റെ ചെടികൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു പൂന്തോട്ടത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഓർക്കിഡേറിയം. അടുത്തത് എപ്പിഫൈറ്റുകൾ. എന്താണ് എപ്പിഫൈറ്റുകൾ? വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. അതായത് വാസസ്ഥലത്തിന് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓർക്കിഡുകൾ എന്താണ്? എപ്പിഫൈറ്റുകളാണ്. ഓർക്കിഡുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ മരവാഴയൊക്കെ എന്താണ്? ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ്. ഇത് ജസ്റ്റ് പറ്റി പിടിച്ച് കയറാൻ മാത്രമാണ് ഒരു സസ്യത്തെ ആശ്രയിക്കുന്നത്. എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം അവ വസിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമോ? ബാധിക്കാറുണ്ടോ? ഇല്ല. അവർ എന്താണ്? വാസസ്ഥലത്തിന് മാത്രമായിട്ടാണ് ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നത്. അവർ ആ ഒരു സസ്യത്തിന് ഒരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാക്കാറില്ല. ഓക്കെ, ഇനി ദോഷം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഏതാണ്? പരാത സസ്യങ്ങൾ, പാരസൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇത്തിൽ കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ഇവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത്. ഇത്തിൽ കണ്ണീന്റെ കാര്യം പറഞ്ഞ എന്താണ്? അവർ ആഹാരം മൊത്തത്തിൽ വലിച്ചെടുക്കാറുണ്ടോ? ഇല്ല. ജലവും ലവണങ്ങളും മാത്രം വലിച്ചെടുത്ത് ആഹാരം സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണ് ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങൾ ചെയ്യുന്നത്. എന്നാലും മൂടില്ലാത്ത ആളി, അതുപോലെ തന്നെ റെഫ്ലീഷ്യ തുടങ്ങിയ സസ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ഡയറക്റ്റ് ആഹാരം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അവർ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കത്തില്ല. ഇനി റെഫ്ലീഷ്യയുടെ പോയിന്റ് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റെഫ്ലീഷ്യ. എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റെഫ്ലീഷ്യ. ഇതെന്താണ്? ഒരു പരാത സസ്യമാണ്. റെഫ്ലീഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഒരു പരാത സസ്യമാണ്. ഓക്കെ, ഇനി ഈ പരാത സസ്യങ്ങളെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാണ്? അർദ്ധപരാതമെന്നും പൂർണ്ണപരാതമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ് അർദ്ധപരാതം? നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ. ഉദാഹരണം ഇത്തിൽക്കണ്ണി. എന്താണ് അവർ ചെയ്യുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുകയും സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുകയും ചെയ്യുന്നു. അതാണ് അർദ്ധപരാതം. ഇനി പൂർണ്ണപരാതം എന്താണ്? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ. അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. അപ്പോൾ അർദ്ധപരാതമായാലും ശരി പൂർണ്ണപരാതമായാലും ശരി ആതിഥേയ സസ്യത്തിന് ദോഷമാണ് ചെയ്യുന്നത്. അടുത്തത് ശവോപജീവികൾ, സാപ്രോഫൈറ്റ്സ്. എന്താണ് ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത്. ആരാണ്? ശവോപജീവികൾ. ജീർണാവശിഷ്ടങ്ങൾ, അതായത് വേസ്റ്റ്, ഇപ്പോൾ വേസ്റ്റ് അതുപോലെ തന്നെ ഏതെങ്കിലും ജന്തുക്കളോ മറ്റൊക്കെ അഴുകുന്ന അതിലൊക്കെ വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ് ശവോപജീവികൾക്ക്? നമുക്ക് അറിയാവുന്നതാണ്. പൂപ്പലുകൾ, നിയോട്ടിയ, മോണോട്രോപ്പ, അതുപോലെ തന്നെ കൂൺ. ഇവയെല്ലാം എന്താണ്? ശവോപജീവിക്ക് ഉദാഹരണമാണ്. ആരോഹികൾ, ക്ലൈംബേഴ്സ്. എന്താണ് ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ്? മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. ഇനി താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ, ടെൻഡ്രിൽസ്. അപ്പം ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ എന്ന് പറയുന്നത്. ഇനി ഈ ചെടികളിൽ പടർന്നു കയറാനായിട്ട് ഇവരെ സഹായിക്കുന്ന ആരാണ്? പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു സസ്യങ്ങളിൽ പിടിച്ചു കയറുന്നത്. അപ്പോൾ എല്ലാവർക്കും ടെൻഡ്രിൽസ് വേണമെന്നില്ല അല്ലെങ്കിൽ കാണണമെന്നില്ല. ചില സസ്യങ്ങളിൽ പറ്റുവേരുകളാണ് അവർ ഉപയോഗിക്കാറ്. ഇനി ആരോഹികൾക്ക് ഉദാഹരണം ഏതാണ്? കുരുമുളക്, പാവൽ, പടവലം എന്നിവയെല്ലാം ആരോഹികൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ഇഴവള്ളികൾ, ക്രീപ്പേഴ്സ്. എന്താണ് ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ് എന്ന് വെച്ചാൽ നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. അപ്പോൾ നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി എന്നിവ ഇഴവള്ളികളാണ്. മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി എന്നിവ ഇഴവള്ളികളാണ്. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും, ക്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്സ്. എന്താണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും? ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്തുന്നു. അപ്പൊ ജലവും ലവണവും വലിച്ചെടുക്കുക എന്നുള്ള മാത്രമല്ല ചെടികളുടെ ധർമ്മം. എന്താണ്? ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്തുന്നു. അതെങ്ങനെയാണ്? മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. അപ്പോൾ താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും മണ്ണിന് മുകളിലാണ് കാണപ്പെടുന്നത്. അവയുടെ ധർമ്മം ജലവും ലവണവും വലിച്ചെടുക്കലല്ല, അത് മാത്രമല്ല അവരെന്താണ് ചെയ്യുന്നത്? ചെടികളെ താങ്ങി നിർത്തുകയും കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പേരാലിൽ കാണുന്നത് താങ്ങുവേരുകളാണ്. പേരാലിൽ കാണപ്പെടുന്നത് താങ്ങുവേരുകളാണ്. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്കാണ് വളരുന്നത്. അപ്പം ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. പേരാലിൽ താങ്ങുവേരുകളാണ് കാണപ്പെടുന്നത്. തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ പൊയ്ക്കാൽ വേരുകളെന്നും ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ താങ്ങുവേരുകളും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി കണ്ടൽ ചെടി, മാംഗ്രൂവ്സ്. എന്താണ് കണ്ടൽ ചെടി, മാംഗ്രൂവ് അഥവാ മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ ചതുപ്പു നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ചതുപ്പു നിലങ്ങളിൽ വളരുന്ന പ്രത്യേകതരം സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ ശ്വസന വേരുകൾ അഥവാ ന്യൂമാറ്റോഫോഴ്സ് എന്നറിയപ്പെടുന്നു. എന്താണ് സംഭരണ വേരുകൾ അഥവാ സ്റ്റോറേജ് റൂട്ട്സ് എന്ന് വെച്ചാൽ വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ മരച്ചീനി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. അപ്പോൾ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ അഥവാ സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത വിഭാഗമാണ് എന്തോന്ന്, ഭൂകാണ്ഡങ്ങൾ, അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. സ്റ്റെം കണ്ട പേരിൽ തന്നെ ഉണ്ട്, സ്റ്റെം ആണിത്. ഓക്കെ, എന്താണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് അഥവാ ഭൂകാണ്ഡങ്ങൾ? എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല, രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണ് ഉരുളക്കിഴങ്ങ്. അപ്പം ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് എന്താണ്? രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ്, ഒരു സ്റ്റെം ആണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഓക്കെ, മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറയുന്നത്. അതായത് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഒരു സ്റ്റെം ആണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് രൂപാന്തരം പ്രാപിച്ചതാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംഭരണ വേരുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ വേരുകൾക്ക് രൂപാന്തരം പ്രാപിച്ചതാണ് സംഭരണ വേരുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഈ ബോക്സിൽ തന്നിരിക്കുന്ന ഈ സസ്യങ്ങൾ ഏതാണ്, സംഭരണ വേരുകളാണോ ഭൂകാണ്ഡങ്ങളാണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. കാരണം ഇത് മുമ്പ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ സംഭരണ വേരിന് ഉദാഹരണം ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു SCRT തന്നേക്കുമല്ലേ, അതുകൊണ്ട് നമ്മളിത് നോക്കുവാണ്. ഈ ക്യാരറ്റ് എന്തുവാണ്? ക്യാരറ്റ് എന്ന് പറയുന്നത് സംഭരണ വേരാണോ ഭൂകാണ്ഡമാണോ? ക്യാരറ്റ് എന്ന് പറയുന്ന ഒരു സംഭരണ വേരാണ്, സ്റ്റോറേജ് റൂട്ടാണ്. ഓക്കെ, അപ്പോൾ ക്യാരറ്റ്, റൂട്ട്, ബീട്രൂട്ട് ആ പേരിൽ തന്നെ ഉണ്ട്, ബീട്രൂട്ടും റൂട്ടാണ്. ഇനി ചേന, ചേമ്പ്, ഇഞ്ചി, ഇവർ 3 പേരും എന്താണ്? ചേനയും ചേമ്പും ഇഞ്ചിയും എന്ത് തന്നെയാണ്? ഭൂകാണ്ഡമാണ്, സ്റ്റെം ആണ്. ഓക്കെ, സ്റ്റെം രൂപാന്തരം പ്രാപിച്ചാണ് ഇവർ 3 പേരും, ചേന, ചേമ്പ്, ഇഞ്ചിയും മാറുന്നത്. ഓക്കെ, കൂർക്കയും അതുപോലെ എന്താണ്? കൂർക്കയും സ്റ്റെം ആണ്, കൂർക്കയും സ്റ്റെം തന്നെയാണ്, അതായത് ഭൂകാണ്ഡമാണ് കൂർക്കയും. ഇനി കൂവയും കപ്പയും മധുരക്കിഴങ്ങും എന്താണ്? കൂവ, കപ്പ, മധുരക്കിഴങ്ങ് ഇവർ 3 പേരും റൂട്ട്സ് ആണ്. കൂവയും കപ്പയും മധുരക്കിഴങ്ങും റൂട്ട്സ് ആണ്. മഞ്ഞൾ എന്ന് പറയുന്നത് എന്താണ്? മഞ്ഞളും ഒരു സ്റ്റെം ആണ്. ഓക്കെ, അപ്പോഴെന്താണ്? ക്യാരറ്റും ബീട്രൂട്ടും, ഈ റൂട്ട് കണ്ട, ബീട്രൂട്ട് ആ പേരിൽ തന്നെ ഉണ്ട് റൂട്ട്, ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ തന്നെ കൂവ, കപ്പ, മധുരക്കിഴങ്ങ് ഇവർ ഇത്രയുമാണ് എന്തോന്ന് പറയുന്ന സംഭരണ വേരുകൾക്ക് ഉദാഹരണം. ഇനി ചേന, ചേമ്പ്, ഇഞ്ചി, കൂർക്ക, മഞ്ഞൾ ഇവർ ഇത്രയുമാണ് ഭൂകാണ്ഡങ്ങൾ, അണ്ടർഗ്രൗണ്ട് സ്റ്റെംസിന് ഉദാഹരണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോവുക, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്.